My friends, it's glad to see you all here today. പ്രിയ സ്നേഹിതരെ, ഇന്ന് നിങ്ങളെ ഏവരെയും കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Even today, God only has brought you here to do one simple thing. ഇന്നും ദൈവം മാത്രമാണ് നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. He's telling you today, ഇന്ന് സർവശക്തനായ ദൈവം നിങ്ങളോട് പറയുന്നു, get ready for heaven. സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ തയ്യാറെടുക്കുക. But my friends, God doesn't want you to lead a normal, routine, boring life. പ്രിയ സ്നേഹിത, ആവർത്തന വിരസതയുള്ള ഒരു സാധാരണ ജീവിതം നിങ്ങൾ നയിക്കണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. He wants you to be extraordinary. നിങ്ങൾ അസാധാരണമായ ജീവിതം നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. He makes you that through the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിലൂടെ അസാധാരണമായ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കും. As you receive these gifts, as you receive the Holy Spirit in you, He will start operating these gifts. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ സ്വന്തമാക്കുമ്പോൾ, ഈ കൃപാവരങ്ങൾ ദൈവം തന്നെ നിങ്ങളിൽ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങും. Our ultimate goal is for you to stand beside us on the stage and pray for others with those gifts so that they will receive it. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പ്രാപിച്ച് ഇതുപോലെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കണം. എന്നാൽ അവർക്കും പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളും സൗഖ്യവും പ്രാപിക്കുവാൻ സാധിക്കും. അതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. How many of you want to receive these gifts? നിങ്ങളിൽ എത്ര പേർ ഈ വരദാനങ്ങൾ പ്രാപിക്കുവാൻ How many ആഗ്രഹിക്കുന്നു? of you want to be a useful vessel to God? എത്ര പേർ ദൈവത്തിന് ഉപയോഗപ്രദമായ മാനപാത്രങ്ങളായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്? Are you ready to be burning with a passion for Christ? തീവ്രാഭിലാഷത്തോടെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready to repay the love that He gave you, showed you on the cross? കർത്താവായ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കാണിച്ച സ്നേഹത്തിന് പകരം നൽകുവാൻ നിങ്ങൾ തയ്യാറാണോ? Such a precious life of God Himself. ദൈവത്തിന്റെ അതിശ്രേഷ്ഠമായ ജീവിതം ദൈവം നിങ്ങൾക്ക് വേണ്ടി നൽകി. He showed He loved you by giving it up. ദൈവം തന്റെ സ്നേഹം നിങ്ങൾക്ക് നൽകി, നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. How much do you love Jesus for that? അതിനു പകരമായി നിങ്ങൾ എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്? Why don't we show Him from today, my friend? പ്രിയ സ്നേഹിതരെ, ആ സ്നേഹത്തിന് പകരമായി ഇന്നു മുതൽ എന്തുകൊണ്ട് നമുക്ക് യേശുവിനെ സ്നേഹിച്ചുകൂടാ? God has called you for a specific purpose today. ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. He wants to change the thinking in your mind, change the purpose in your mind. നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തെയും മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. He wants you to start getting ready for നിങ്ങൾ heaven. സ്വർഗരാജ്യം നേടുവാൻ തയ്യാറെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Oh, Jesus wants you in heaven and He wants you to hold you tightly to Himself. നിങ്ങൾ സ്വർഗരാജ്യം സ്വന്തമാക്കണമെന്നതാണ് യേശുവിന്റെ ആഗ്രഹം. യേശുക്രിസ്തു നിങ്ങളെ തന്നോട് ചേർത്ത് പിടിക്കുന്നു. There's no one like Jesus. യേശുവിനെ പോലെ ആരുമില്ല. And from today, ഇന്നു മുതൽ there's going to be no one like you. നിങ്ങളെ പോലെ ആരും ഉണ്ടാകുവാൻ പോകുന്നില്ല. There's going to be no one like you. നിങ്ങളെ പോലെ ആരും ഇനി ഉണ്ടാകുവാൻ പോകുന്നില്ല. God has made you special. ദൈവം നിങ്ങളെ സവിശേഷതയുള്ളവരാക്കി Why തീർത്തിരിക്കുന്നു. don't we just praise God for a moment? എന്തുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിച്ചുകൂടാ? Open your mouth and say, thank you, Jesus. വായ് തുറന്ന് യേശുവിനോട് നന്ദി പറയുവിൻ. Thank you, Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. Thank you, Jesus. യേശുവേ അങ്ങേക്ക് നന്ദി. I receive your special power, ഞാൻ Lord. അങ്ങയുടെ സവിശേഷമായ ശക്തി പ്രാപിക്കുന്നു. I receive your mission. ഞാൻ അങ്ങയുടെ ദൗത്യം ഏറ്റെടുക്കുന്നു. I receive your plan. ഞാൻ അങ്ങയുടെ പദ്ധതികൾ സ്വീകരിക്കുന്നു. Praise you for you chose me അതെനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. among the billions in this world. ലക്ഷക്കണക്കിന് ജനങ്ങൾക്കിടയിൽ അങ്ങ് അതെനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. You chose me. അങ്ങ് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. Thank you for making me know the true love of God. ദൈവമേ, ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചറിയുവാൻ എന്നെ പ്രാപ്തനാക്കിയതിനെ അങ്ങയോട് നന്ദി പറയുന്നു. We will always be thankful to you, Lord. ഞങ്ങൾ എല്ലായ്പ്പോഴും അങ്ങയോട് നന്ദിയുള്ളവരായിരിക്കും. In Jesus' name. യേശുവിന്റെ നാമത്തിൽ Amen. ആമേൻ. Amen.